നമ്മൾ ഈയിടെയായിട്ട് എയർ ക്രാഷസ് അഥവാ ആക്സിഡൻസിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഓരോ എയർക്രാഫ്റ്റും ഡിസൈൻ ചെയ്യപ്പെടുന്നതും നിർമ്മിക്കപ്പെടുന്നതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അഥവാ ഒരു മിറാക്കിൾ എസ്കേപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവുമോ? സർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യോമയാന ഗതാഗതത്തിൽ ഒരു സംഭവം ഷെയർ ചെയ്യാനുണ്ടായിരിക്കുമോ? ഓക്കെ, വളരെ കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. അവിടെ 1990കളിൽ ഒരു ഹോളിവുഡ് മൂവി ഇറങ്ങിയിട്ടുണ്ട്, മിറക്കിൾ ലാൻഡിങ് ഓർ പാനിക് ഇൻ ദി ഓപ്പൺ സ്കൈ. ഈ മൂവി ഒരു ആക്ച്വൽ ഇൻസിഡൻറ്റിനെ ആധാരമാക്കിയിട്ടുണ്ടായിട്ടുള്ള ഒരിതാണ്. അലോഹ എയർലൈൻസ് എന്ന് പറയുന്ന എയർലൈൻസ് ഹവായിയിലെ ചെറിയ ദ്വീപുകളെ കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാന സർവീസാണ്. ഇത് 1969 വാങ്ങിയ ഒരു ബോയിങ് 737-200 എയർപ്ലെയിന് ആണ്. 1989 ഈ ആക്സിഡൻറ്റ് 88 ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഈ വിമാനം ഹോണോലുലുവിൽ നിന്നും മോയയിൽ വന്ന് ലാൻഡ് ചെയ്ത് അവിടുന്ന് ഹിലോ എന്ന് പറയുന്ന ഐലൻഡിൽ വന്ന് ലാൻഡ് ചെയ്തു. അവിടുന്ന് ഫസ്റ്റ് ഓഫീസർ ചേഞ്ചായി ഒരു പുതിയ ലേഡിയാണ് ടേക്ക് ഓവർ ചെയ്തത്. കമാൻഡർ സെയിം ആയിരുന്നു. അവർ ഹിലോയിൽ നിന്നും നേരെ ഹോണോലുലുവിലേക്ക് തിരിച്ച് പറക്കുകയായിരുന്നു. എന്നാൽ 55 മിനിറ്റ് നേരം ഫ്ലൈറ്റ്, 243 നോട്ടിക്കൽ മൈൽ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ, ചെറിയ ഫ്ലൈറ്റ്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് ക്രൂയിസ് ഓൾട്ടിറ്റ്യൂഡ് കുറവാണ്, 24,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് ഡെക്കിൽ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഡീപ്രഷറൈസായി. ക്യാബിൻ ഫ്ലൈറ്റ് ഡെക്ക് മുഴുവൻ ഡസ്റ്റും ഡെബ്രീസും എല്ലാം ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. പൈലറ്റ്സ് പെട്ടെന്ന് ക്വിക്ക് ഡോണിങ് മാസ്ക് ധരിച്ചു. എന്നിട്ട് വിമാനത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഓക്സിജൻ പ്രഷർ പോയി കഴിഞ്ഞാൽ പൈലറ്റ് എന്താണ് ചെയ്യുന്നതെന്ന്, ഡീപ്രഷറൈസേഷൻ സംഭവിക്കുമ്പോൾ. പൈലറ്റ് ഉടനെ തന്നെ വിമാനത്തെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 10,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ തന്നെ ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 4100 ഫീറ്റ് പെർ മിനിറ്റ് വെച്ച് വിമാനം ഡിസെൻഡ് ചെയ്ത് വിമാനത്തെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പൈലറ്റ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ഭയങ്കരമായ നോയ്സ്, നമുക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. കോക്പിറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലായിരുന്നു. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ഒന്നും കൺവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ പ്രധാനമായിട്ടും ഒരു സ്ക്വാക്ക് ഉണ്ട്, അത് ഓൺ ചെയ്ത് 7700 എന്ന് മറ്റാണ് എമർജൻസി. അതപ്പോൾ ATCയിൽ അവരുടെ മെസ്സേജ് കിട്ടും എയർക്രാഫ്റ്റ് ട്രബിളിലാണെന്ന്. അവർ നോക്കിയപ്പം ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് മോയി എന്ന് പറയുന്ന എയർപോർട്ടാണ്. 23 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ്, 23 മൈൽ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. അവിടെ ലാൻഡ് ചെയ്യാൻ, എമർജൻസി ലാൻഡ് ചെയ്യാനുള്ള തീരുമാനിച്ച് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് മോയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഫ്ലൈറ്റ്. അപ്പോഴാണ് പൈലറ്റിന് സ്പീഡ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വിമാനം ഇടതുവശത്തേക്ക് സ്വിങ് ചെയ്യുന്നു. പൈലറ്റ് മനസ്സിലായി ഇടതുവശത്തെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വിമാനത്തെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിമാനത്തിൻ്റെ കൺട്രോൾ സർഫസ് കോളംസ് എല്ലാം വളരെ ഫ്ലെക്സിബിളായി പോയി. അവർക്ക് പ്രോപ്പറായിട്ടുള്ള കൺട്രോൾസ് വിമാനത്തിന് കിട്ടുന്നുമില്ല. പൈലറ്റിനുള്ള ആകെ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലാപ്പ് 5 മുകളിൽ പുറയിലേക്ക് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തപ്പം വിമാനത്തിന് കംപ്ലീറ്റ് ഔട്ട് ഓഫ് കൺട്രോളായി. അതുകൊണ്ട് അവർ വിമാനം തിരിച്ച് ഫ്ലാപ്പ് 5 കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈ സ്പീഡ് ലാൻഡിങ്, വിമാനത്തിന് സ്ലോ സ്പീഡ് ലാൻഡ് ചെയ്യണേ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവരൊരു ഹൈ സ്പീഡ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് മൊയിൽ അപ്രോച്ച് ചെയ്തു. 172 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് എയർക്രാഫ്റ്റ് അപ്രോച്ച് ചെയ്തത്. 172 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 340 കിലോമീറ്റർ സ്പീഡിലാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത്. ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പൈലറ്റിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർക്കറിയാം അവരുടെ ത്രസ്റ്റ് റിവേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, എഞ്ചിന് അവൈലബിൾ അല്ല.
എങ്ങനെയാണെങ്കിലും ഈ കമാൻഡറും ഫസ്റ്റ് ഓഫീസറും കൂടെ വിമാനം വളരെ സുരക്ഷിതമായിട്ട് മോയിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ വിമാനത്തിൻ്റെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആഘാതം ശരിക്കും അറിയാൻ സാധിച്ചത്. ആ സംഭവത്തിന് പിന്നിൽ പ്രധാന കാരണമായിട്ട് പിന്നീട് കണ്ടെത്തിയത് എന്തായിരുന്നു? ഈ വിമാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 19 വർഷം പഴക്കമുള്ള വിമാനമാണ്. ഒരു വിമാനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചാണ് വിമാനം ഡിസൈൻ ചെയ്തത്. അതായത് ഷോർട്ട് ഹോൾ ഫ്ലൈറ്റ്സ് ഉള്ള വിമാനങ്ങളും അത് കൂടുതൽ നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ ഒന്ന് വേറെ. ഈ 737-200 എന്ന് പറയുന്നൊരു 2 to 3 hours ഫ്ലൈറ്റ് സെക്ടറിനുള്ള വിമാനമാണ്. എന്നാൽ ഈ വിമാനം പറന്നുകൊണ്ടിരുന്നത് ശരിക്കും ഈ അരമണിക്കൂർ 40 മിനിറ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റാണ് 55 മിനിറ്റാണ്. അതുകൊണ്ട് അത് കൂടുതൽ പ്രാവശ്യം ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതായത് അതിന് പറയുന്ന സൈക്കിൾസ് എന്നാണ്. കൂടുതൽ സൈക്കിൾസ് ചെയ്തു, എന്നാൽ അവേഴ്സ് കുറവുമായിരുന്നു. വിമാനം ഏതാണ്ട് 89,000 കൂടുതൽ സൈക്കിൾസ് പ്രാവശ്യം പറന്നിട്ടുണ്ട് ഈ 1969 മുതൽ 19 വർഷത്തേക്ക്. ഈ വിമാനത്തിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറൈസേഷൻ സൈക്കിൾ അനുസരിച്ചാണ് അതിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ വിമാനം ഓൾമോസ്റ്റ് അതിൻ്റെ പ്രഷറൈസേഷൻ സൈക്കിൾസ് ലിമിറ്റിൽ എത്തി. വളരെ അടുത്ത് തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ ഡ്യൂ ആയിരുന്നു. എന്നാൽ ഈ വിമാനത്തിൻ്റെ അതിന് മുമ്പിലത്തെ ഇൻസ്പെക്ഷൻ, ബോയിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ ചെക്ക് അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ ചെയ്ത എൻജിനീയേഴ്സിന് ഒരു എറർ പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു മിസ്റ്റേക്ക് വന്നു. അതായത് ഈ വിമാനത്തിൻ്റെ ഫ്യൂസലേജ്, അതായത് ആൾക്കാരിയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാസഞ്ചറിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറിൽ പാസഞ്ചർ കയറുന്ന ഡോറിനും ബാക്കിലേക്കുള്ളതും അതിൻ്റെ വിങ്ങിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സെക്ഷൻ 43 ആണ്. സെക്ഷൻ 43 ആണ് ഇത് റിവറ്റ് ചെയ്താണ് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ എല്ലാ സ്കിന്നും ജോയിൻ ചെയ്തിരിക്കുന്നത് റിവറ്റഡ് ജോയിൻസ് ആണ്. ഈ വിമാനത്തിൻ്റെ നീളത്തിലുള്ള ജോയിൻസിന് പറയുന്നത് ലാപ്പ് ജോയിൻസ് എന്നാണ്. അതിൻ്റെ ഒരു ഷീറ്റിൻ്റെ ലാപ്പ് ജോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസഞ്ചർ ഇരിക്കുന്ന ഫ്ലോർ ലെവലിന് മുകളിലാണ്. അതുപോലെ മുകളിൽ 2 ജോയിൻ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഈ സിമിലർ ആയിട്ടുള്ള സ്ഥലത്തൊരു ജോയിൻ്റ് ഉണ്ട്. ഈ ലാപ്പ് ജോയിൻ്റെ ഒരു ഇൻസ്പെക്ഷന് ബോയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലാപ്പ് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് ബേസിക്കായിട്ട് ഒരു പ്രത്യേക ഗ്ലൂ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തിട്ട് 3 റോ റിവറ്റ്സ് അടിച്ചിട്ടുണ്ട്. അത് കൗണ്ടർസങ് റിവറ്റ്സ് ആണ്, ഫ്ലഷ് ആയിട്ടിരിക്കുന്ന റിവറ്റ്സ് ആണ്. ഈ റിവറ്റിന് ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ഗ്ലൂ പതുക്കെ ഏജിങ് കൊണ്ട് ലൂസാകാൻ തുടങ്ങി, അതിൻ്റെ പ്രോപ്പർട്ടീസ് നശിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മൈനറായിട്ടുള്ള മൂവ്മെൻറ്റ്സ് പോലെ ഉണ്ടാവുകയും ഈ റിവറ്റിൻ്റെ ഹോൾസിൽ നിന്ന് വളരെ മൈനറായിട്ടുള്ള ക്രാക്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. മൈനർ എന്ന് ഞാൻ പറയുന്നത് 5/1000 of an inch ഇതിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷനിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ ചെയ്ത എൻജിനീയർ ഈ 5,000 ക്രാക്ക് വെച്ച് എല്ലാ റിവറ്റ് ഹോളിനും 5,000 ക്രാക്ക് പെർമിറ്റഡ് ചെയ്തു. എന്നാൽ ബോയിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ അനുസരിച്ച് ഈ 5,000 ക്രാക്ക് കോൺസിക്യൂട്ട് ആയിട്ടുള്ള 3 ഹോളിലുണ്ടെങ്കിൽ കാറ്റ് ഗ്രൗണ്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഇൻസ്പെക്ഷൻ ഇൻ്റർപ്രട്ടേഷൻ വ്യത്യാസമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഈ 24,000 അടി ഹൈറ്റിൽ ഏതാണ്ട് ക്യാബിൻ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിലത്ത് നിന്ന് 3,000-4,000 അടി ഓൾട്ടിറ്റ്യൂഡ് അല്ല, 5,000 അടി ഓൾട്ടിറ്റ്യൂഡേ ഉള്ളൂ. നല്ല പ്രഷർ ഡിഫറൻസ് ഉണ്ട്. ഈ പ്രഷർ ഡിഫറൻസിൽ ഫസ്റ്റ് 2 ഹോള് തമ്മിലുള്ള റിവറ്റ് ഹോള് തമ്മിലുള്ള ക്രാക്ക് ജോയിനായി. അപ്പോൾ ബാക്കിയുള്ള റിവറ്റിന് ഒന്നും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതായി. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ്ലി ഈ ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ ഈ ടോപ്പ് പോർഷൻ പറന്നു പോവുകയും ആ പറന്നുപോയ സമയത്ത് ഒരു കഷ്ണം എൻജിൻ്റെ അകത്ത് പോയി എൻജിൻ നശിച്ചു. ബാക്കിയുള്ളത് പറന്നു പോയിട്ട് ഫിന്നിൽ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, അതായത് നേരെ കാണുന്ന ആ സർഫസിൽ പോയി ഇടിക്കുകയും അതിന് മേജർ ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, 500-600 കിലോമീറ്റർ സ്പീഡിൽ ഒരു ഓപ്പൺ എയർ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലത്തെ സ്ഥിതി. അതാണ് ആ 92 പാസഞ്ചേഴ്സിനുള്ള അനുഭവം എയർക്രാഫ്റ്റിൻ്റെ അകത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ലീഡ് ക്യാബിൻ ക്രൂ ആ സമയത്ത്
ആ സ്ഥലത്തൂടെ നടന്നു പോവുകയായിരുന്നു ക്യാബിൻ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റ് ഓണായിരുന്നു. അതുകൊണ്ട് ഈ ക്യാബിൻ ക്രൂ ഇൻസ്റ്റൻറ്റേനിയസ്ലി സക്ഡ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് അവരെപ്പറ്റി യാതൊരു വിവരവും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഈ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഇരുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ട് ആരും പറന്നു പോയില്ല. എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. ഏതാണ്ട് 65ഓളം പാസഞ്ചേഴ്സിന് ഇഞ്ചുറീസ് ഉണ്ടായി. എയർക്രാഫ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഡെത്ത്, ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഇത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിറക്കിൾസ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഇപ്പോഴും വ്യോമയാന മേഖലയിലൊരു പ്രധാനപ്പെട്ട കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ആ വിമാനത്തിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത്. പ്രധാനമായിട്ടും ഒന്ന് ഈ ഡീപ്രഷറൈസേഷൻ വരുമ്പോഴുള്ള ഇഷ്യൂസ്, അത് പൈലറ്റിന് ഓക്സിജൻ മാസ്ക് ധരിക്കാൻ സാധിച്ചതുകൊണ്ട് അവർക്ക് ഹൈപ്പോക്സിയ ഉണ്ടായില്ല, അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചു. പാസഞ്ചേഴ്സ് എല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു, ആർക്കും ഒരു ഒന്നുമില്ല. എന്നാൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ക്യാബിൻ ക്രൂവിന് മാത്രം അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. ഇപ്പം വിമാനത്തെ യാത്രയിലും അതിൻ്റെ വ്യോമയാന ഗതാഗത രംഗത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതിന് യാതൊരു കോംപ്രമൈസും ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ടേക്ക് അവേ. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള പലർക്കും ക്യാബിൻ ക്രൂ നൽകുന്ന സേഫ്റ്റി ബ്രീഫിങ്സ് അഥവാ സുരക്ഷാ നിർദ്ദേശങ്ങൾ വളരെ പരിചിതമാണ്. പക്ഷേ പലരും ഇൻക്ലൂഡിങ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ പോലും പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. 3 ഓഗസ്റ്റ് 2016 എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് EK521 ആൻഡ് 282 യാത്രക്കാരുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പുറപ്പെടുകയുണ്ടായി. ദുബായിൽ എത്തിയപ്പോൾ ലാൻഡിങ്ങിൻ്റെ സമയത്ത് പൈലറ്റിന് വാർണിംഗ് ഉണ്ടായിരുന്നു, വിൻഡ് ഷിയർ ഉണ്ട് എന്ന്. എന്നാൽ ഈ പൈലറ്റ് ഡിസൈഡ് ചെയ്തു ലാൻഡ് ചെയ്യാൻ തന്നെ.